അങ്ങനെ കുടമാറ്റം കഴിഞ്ഞിരിക്കുന്ന നേരം പാറേമക്കാവ് ടീം നേരെ പോയി. അവരുടെ കുടകളൊക്കെ മാറ്റി കഴിഞ്ഞപ്പോൾ വളരെ നേരത്തെ തന്നെ പാറേമക്കാവിലെ ആനകളെല്ലാവരും പോയി കഴിഞ്ഞിരിക്കുന്നു. ഇനി തിരുവമ്പാടി ആനകൾ ഇത്ര നേരം ആ വടക്കുംനാഥൻ തെക്കേ ഗോപുര നടയുടെ തൊട്ടടുത്ത് നിന്ന് കുടമാറ്റം നടത്തിയിരുന്നത് തിരുവമ്പാടി ടീമായിരുന്നു. ഈ തിരുവമ്പാടിയിലെ 15 ആനകളും ചേർന്ന് താഴത്തേക്ക് ഇറങ്ങി വരികയാണ്. അവർക്ക് ഇനി നേരെ മുനിസിപ്പൽ ഓഫീസ് പരിസരത്ത് പോയിട്ട് അവിടെ നമ്മുടെ ശക്തൻ തമ്പുരാൻ്റെ ഒരു പ്രതിമ ഉണ്ട്, അതിന് വലം വെച്ചിട്ട് വേണം വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടി വരികയാണ്. സമയം വളരെയധികം നേരം വൈകിട്ടുണ്ട്. എല്ലാ പൂരങ്ങളും അവസാനിച്ചു. എന്നിട്ടും ജനങ്ങളുടെ തിക്കും തിരക്കും കുറയുന്നില്ല. എല്ലാ ജനങ്ങൾക്കും തൃശ്ശൂർ പൂരം എത്രത്തോണ്ട് തന്നെ ഇഷ്ടമാണ്, അല്ലെങ്കിൽ അത് എത്രത്തോണ്ട് തന്നെ ജീവനാണ് എന്ന് തെളിയിക്കുന്നതാണ് ഇതൊക്കെ. ഈ ഒരു ചടങ്ങ് കൂടിയും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പൂരം അവസാനിക്കുകയാണ്. അതായത് പകൽപ്പൂരം അവസാനിക്കുകയാണ്. കുടമാറ്റത്തിൻ്റെ ഏറ്റവും അവസാനത്തെ ഭാഗമാണ് തിരുവമ്പാടി വിഭാഗത്തിലുള്ള ആനകൾ വന്നിട്ട് നമ്മുടെ തമ്പുരാനെ ആദരിക്കുന്നതും ആ ഒരു പ്രതിമേനെ വലം വെച്ച് വരുന്നതും. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ആനകൾ നേരെ തിരുവമ്പാടിയിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. ആ ആനകളുടെ ഒപ്പം നടക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ജനങ്ങൾ ഇപ്പോഴും ആനയുടെ കൂടെ ഉണ്ട് കേട്ടോ. അത് ഒരു വികാരമാണ്. പൂരം എന്ന് പറഞ്ഞാൽ തൃശ്ശൂർക്കാർക്ക് നല്ലൊരു വികാരമാണ്. അതേപോലെ തന്നെ മറ്റ് ജില്ലക്കാർ ഒരുപാട് പേര് വന്നിട്ടുണ്ട്. അവരെല്ലാവരും ഈ ആനകളുടെ കൂടെ ആനകളെയൊക്കെ അടുത്ത് കാണാൻ വേണ്ടിയിട്ട് വന്ന് നിൽക്കുകയും ഫോട്ടോ എടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ത്രീകളും കുട്ടികളടക്കം ഒരുപാട് പേരും ഇതിൻ്റെ ഇടയിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. പണ്ടൊന്നും സ്ത്രീകളൊന്നും അധികം അങ്ങനെ പുറത്തേക്ക് ഇറങ്ങാറില്ല. നല്ല രീതിയിൽ സ്ത്രീകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അതുമാത്രമല്ല, തൃശ്ശൂർ പൂരത്തിന് അന്യജില്ലയിൽ വന്ന കുറേ വ്യക്തികളുണ്ട്. അവരെന്തായാലും ഇന്ന് ഇവിടെ നിന്ന് പോവില്ല. അവർ കുടമാറ്റം കഴിഞ്ഞ് അവിടെ കടല സൈഡിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് വിശ്രമിച്ച്, കാശുള്ള ആൾക്കാരാണെങ്കിൽ അവിടെ ഹോട്ടലിൽ റൂമൊക്കെ ബുക്ക് ചെയ്യും. തൃശ്ശൂർ പൂരമായ കാരണം ഹോട്ടലിലൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് ആയിരിക്കും റൂമിനൊക്കെ. പല ആളുകൾ റൂം ബുക്ക് ചെയ്തിട്ട് നിൽക്കുന്നുണ്ട്. അല്ലാത്ത സാധാരണക്കാരായ ആളുകൾ എന്ത് ചെയ്യുമെന്നറിയോ, അവിടെ തന്നെ റോഡിൻ്റെ സൈഡിലായിട്ട് അവർ സ്റ്റേ അടിക്കും, നിൽക്കും. എന്നിട്ട് അവിടെ കടകളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഭക്ഷണം മേടിച്ച് കഴിച്ച് അവിടെ നിൽക്കും. എന്നിട്ട് പുലർച്ചെ വെടിക്കെട്ട് കഴിഞ്ഞ് പുലർച്ചെ ഉപചാരം ചൊല്ലിയതിന് ശേഷമേ പോവാറുള്ളൂ. ഞാനും പണ്ട് അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. കുന്നംകുളത്ത് നിന്ന് പൂരം കാണാൻ വരും. പൂരം കാണാൻ വന്നതിന് ശേഷം നേരെ കുടമാറ്റം കാണും. കുടമാറ്റം കണ്ടതിന് ശേഷം രാത്രി അവിടെ സ്റ്റേ അടിക്കും. രാത്രി കുറേ പൂരങ്ങൾ വരുന്നുണ്ട്, അത് കാണും. അത് കഴിഞ്ഞതിന് ശേഷം നേരെ പുലർച്ചെ വെടിക്കെട്ട് കാണും. വെടിക്കെട്ട് കണ്ടതിന് ശേഷം പിറ്റേ ദിവസം ഉപചാരം ചൊല്ലലും അതിൻ്റെ വെടിക്കെട്ടും കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ വരാറുള്ളൂ. അങ്ങനെ ഒരു പൂരപ്രാന്തായിട്ട് നടന്ന ഒരു കാലം എനിക്കുണ്ടായിരുന്നു. ഇന്ന് പിന്നെ അങ്ങനെ ഇല്ല, അത്ര കാര്യമായിട്ടില്ല. എന്നാലും പൂരത്തിന് പോകുന്നു, അത്യാവശ്യം ടൈം അവിടെ സ്പെൻഡ് ചെയ്യുന്നു, എല്ലാ കാര്യങ്ങളും കാണുന്നു വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. തൃശ്ശൂർ പൂരത്തിന് പോയിട്ട് എന്നെ വിസ്മയിപ്പിച്ച വേറൊരു കാര്യമുണ്ട്. എന്താണെന്നറിയാം, ഞാൻ രാത്രി പൂരത്തിൻ്റെ അന്ന് രാത്രി കുടമാറ്റം കഴിഞ്ഞിട്ട് അവിടെ സ്റ്റേ അടിക്കുമ്പോൾ നിലത്താണ് എല്ലാവരും കിടക്കുക. ചില ആൾക്കാർ റോട്ടിൽ കിടക്കുക. റോഡ് എന്ന് പറഞ്ഞാൽ ഏതാണെന്ന് മനസ്സിലായ, നമ്മുടെ തെക്കേ ഗോപുരനട വഴി ഇറങ്ങി വരുന്ന ആ റോഡുണ്ടല്ലോ, നേരെ ശക്തൻ തമ്പുരാൻ സ്റ്റാൻഡിലേക്ക് പോകുന്നത് മുനിസിപ്പൽ ഓഫീസ് റോഡ്, ആ റോട്ടിലിട്ടാണ്, വലിയ റോട്ടിൽ രാത്രി എല്ലാ ആൾക്കാരും കിടക്കാനുണ്ടായിരിക്കും. അവിടെ അന്ന് ട്രാഫിക് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഒരു പുലർച്ചെ ഒരു 3 മണിയൊക്കെ ആകുമ്പോൾ എന്തായാലും തൃശ്ശൂർ എഡീഷൻ, മാതൃഭൂമി, മനോരമ പത്രങ്ങളൊക്കെ വരും. അതിൽ നമ്മൾ കുറച്ച് മുമ്പേ, മണിക്കൂറുകൾക്ക് മുമ്പേ കണ്ട കുടമാറ്റത്തിൻ്റെ ഫോട്ടോസൊക്കെ ചേർത്തിട്ട്, അതെനിക്ക് വല്ലാത്തൊരു അത്ഭുതമായിരുന്നു. കാരണം നമ്മൾ മണിക്കൂറുകൾക്ക് മുമ്പേ നേരിട്ട് കണ്ടൊരു സംഭവം പേപ്പറിൽ പ്രിൻ്റ് അടിച്ച് കൊണ്ടുവന്ന് നമുക്ക് തരുന്നു, അതും ഫ്രീ ആയിട്ട്. അങ്ങനെ കുറേ മനോരമ, മാതൃഭൂമി പേപ്പറുകളൊക്കെ ഞാൻ അന്ന് വാങ്ങിയിട്ടുണ്ട്. ഇന്ന് ഈ ഒരു തവണ അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ എന്നറിയില്ല. എന്തായാലും അവരത് ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത്. ഒരു പ്രൊമോഷൻ്റെ ഭാഗമായിട്ടാവണം തൃശ്ശൂർ എഡീഷൻ കേട്ടോ. പിന്നെ ഉപചാരം ചൊല്ലിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറൊരു കാര്യം കൂടി ഉണ്ട്. നമ്മുടെ തിരുവമ്പാടി പാറേമക്കാവ് അമ്പലത്തിൻ്റെ അടുത്ത് നിന്നുണ്ടെങ്കിൽ അവിടുന്ന് പൂരക്കഞ്ഞി കിട്ടും. അതായത് തിരുവമ്പാടി അമ്പലത്തിലെ പൂരക്കഞ്ഞി കൊടുക്കുന്നത് തിരുവമ്പാടിയുടെ ഓഡിറ്റോറിയ കൗസ്തുഭ ഓഡിറ്റോറിയത്തിലാണ് കൊടുക്കുന്നത്. അതേപോലെ തന്നെ പാറേമക്കാവിൻ്റെ എന്ന് പറയുമ്പോൾ അവിടെ ഒരു അഗ്രശാല ഉണ്ട്. അതിൻ്റെ തൊട്ടപ്പുറത്ത് ആനകളേനെ കെട്ടിയതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് വേറൊരു സ്ഥലം കൂടിയുണ്ട്. അവിടെയാണ് പൂരക്കഞ്ഞി കൊടുക്കുന്നത്. കഴിഞ്ഞ കൊല്ലം എനിക്ക് 2 സ്ഥലത്തും പൂരക്കഞ്ഞി കഴിക്കാൻ പറ്റി. തിരുവമ്പാടിയുടെ പൂരക്കഞ്ഞി നല്ല അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റി. അതിൽ ശർക്കര അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കിട്ടി. ശർക്കര, ഉപ്പേരി അങ്ങനത്തൊക്കെ കിട്ടി, കഞ്ഞിയും കിട്ടി, എല്ലാം കിട്ടി. പക്ഷേ അവിടെ നിന്ന് കഞ്ഞി കുടിച്ച് ഞാൻ തിരിച്ച് പാറേമക്കാവിലേക്ക് എത്തുമ്പോഴേക്കും അത്യാവശ്യം നേരമായി. കുറേ നേരം ക്യൂ നിന്നിട്ട് കഞ്ഞിയും പയറും മാത്രമേ കിട്ടിയുള്ളൂ. അതും എങ്ങനെയൊക്കെയോ കിട്ടിയതാണ്, അല്ലെങ്കിൽ കിട്ടില്ല. അത്യാവശ്യം നല്ല തിരക്കായിരുന്നു. ഇക്കൊല്ലം എനിക്ക് അതിനൊന്നും കഴിഞ്ഞില്ല. ഞാൻ പെട്ടെന്ന് തന്നെ പോന്നു.
ഇന്ന് തൃശ്ശൂർ പൂരം, നാളെ കാട്ടകാമ്പൽ അമ്പലത്തിലെ പൂരം. അപ്പോൾ നാളെ കാട്ടകാമ്പൽ അമ്പലത്തിലെ പൂരത്തിന് പോകണ്ടേ. ഏകദേശം ഒരു 10 മണി വരെ ഞാൻ അവിടെ നിന്നിട്ടുണ്ട് രാത്രി. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ തൃശ്ശൂരിൽ നിന്ന് പോകുന്നത്. പിന്നെ നാളെ രാവിലെ തന്നെ ആനകളെല്ലാം കാട്ടകാമ്പൽ അമ്പലത്തിൽ വരുമ്പോൾ അവിടെ ചെന്നിട്ട് ആനകളുടെ ഒക്കെ വീഡിയോസ് ഒക്കെ എടുക്കണം. തൃക്കടവൂര് ശിവരാജു എന്ന് പറഞ്ഞിട്ടുള്ള ആന വരുന്നുണ്ട്. 8,08,000 രൂപയ്ക്കാണ് ഇസ്രായേൽ ദേശ കമ്മിറ്റി തൃക്കടവൂര് ശിവരാജ് ആനേനെ കൊണ്ടുവരുന്നത്. അപ്പോൾ ആനേനൊക്കെ എടുക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ഞാൻ വരുന്നത്. എന്തായാലും നടക്കുമെന്നറിയില്ല. ഒരു പൂരപ്പറമ്പിൽ നിന്ന് മറ്റൊരു പൂരപ്പറമ്പിലേക്കുള്ള ഒരു യാത്ര അത് വല്ലാത്തൊരു സന്തോഷമുള്ളൊരു കാര്യമാണ്. നാളെ കാട്ടകാമ്പാല പൂരം എന്ന് പറഞ്ഞതിന് കാളിതാരിക സംവാദം നടക്കുന്ന ഒരു പൂരം കൂടിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ആ വീഡിയോസും കൂടിയും കാണണം.